മാത്യു കുഴൽനാടന്റെ കഴമ്പില്ലാത്ത ആരോപണങ്ങളും വിവാദങ്ങളും യു.ഡി.എഫിന് തിരിച്ചടിയാകുന്നെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. പാർട്ടിയിൽ ആരെയും ഇങ്ങനെ കയറൂരി വിടരുതെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. മാത്യു കുഴൽനാടന്റെ നീക്കങ്ങൾ പാർട്ടിയിൽ ആലോചിക്കാതെയെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. സമഗ്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും നൃപൻ ചക്രവർത്തി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വന്നത് പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എനിമോർ ക്വസ്റ്റ്യൻസ് എന്ന് എപ്പോഴും പത്രസമ്മേളനത്തിൽ ചോദിച്ച് ഏറ്റവും തൻ്റെ ഇടത്തോടുകൂടി മാധ്യമങ്ങളെ നേരിടുന്ന ഒരു ഹീറോ പരിവേഷം മാത്യു കുഴൽനാടൻ ഉണ്ട് എന്ന് സൃഷ്ടിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതേ മാത്യു കുഴൽനാടനെയാണ് ഇപ്പോൾ ഇങ്ങനെ കയറൂരി വിടരുത് എന്നൊരു പരാമർശത്തിലൂടെ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പറയുന്നത് എന്നത് കേൾക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ഈ തെളിവില്ലാത്ത ആരോപണങ്ങളിൽ എന്നതല്ലേ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കാവ്യ, വലിയ തരത്തിൽ അതായത് പാർട്ടിയുമായി ആലോചിക്കാതെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മാത്യു കുഴൽനാടൻ നിരന്തരം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടിയുമായി കൂടിയാലോചന നടത്തിയിരുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെയും CPM-നെയും അറ്റാക്ക് ചെയ്യുന്ന അവസരങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നൊരു സമീപനം VD സതീശനും കോൺഗ്രസിൻ്റെ നേതൃത്വവും പ്രത്യേകിച്ച് K സുധാകരൻ എടുത്തിരുന്നു. അത് ഏതറ്റം വരെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ശ്രമവും മാത്യു കുഴൽനാടൻ നടത്തിയിരുന്നു. അതുകൊണ്ട് പരസ്യമായി കുഴൽനാടൻ ഇത് പാർട്ടിയുമായി ആലോചിച്ചിട്ടാണോ എന്നൊരു ചോദ്യം മുതിർന്ന നേതാക്കളടക്കം ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നില്ല. അത് ചോദിക്കാത്ത കാര്യം, അങ്ങനെ ചോദിച്ചാൽ തന്നെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മാത്യു കുഴൽനാടൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെ എതിർത്ത നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതേ ഗ്രൂപ്പ് തന്നെ വലിയ തരത്തിൽ അറ്റാക്ക് ചെയ്യും എന്നൊരു ഭയം നേതൃത്വത്തെ അലട്ടിയിരുന്നു എന്നതാണ് വസ്തുത. കാരണം കോൺഗ്രസ് പഴയതുപോലെ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. നിരന്തരമായ തുടർച്ചയായ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, നേതൃത്വതലത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. താഴെത്തട്ടിൽ സംഘടനാ ദൗർബല്യം നേരിടുന്നൊരു ഘട്ടത്തിൽ ദില്ലിയിൽ നിന്ന് കേരളത്തിലെത്തി വലിയ തരത്തിലുള്ള അഭിഭാഷകനാണ്, കാര്യവിവരമുള്ള വിവരങ്ങൾ മാത്രം ആരോപണമായി ഉന്നയിക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പിന്തുണ സമാഹരിക്കാൻ ഉള്ള ശ്രമം അദ്ദേഹം ബോധപൂർവം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്യമായി മാത്യു കുഴൽനാടനെതിരെ രംഗത്ത് വരാൻ ഭയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ മാത്യു കുഴൽനാടൻ്റെ ആരോപണങ്ങൾ വല്ലാതെ തരത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാലും വസ്തുതയാണ്. കാരണം അത് ഏറ്റുപിടിച്ച് ബഹുദൂരം മുന്നോട്ട് പോയ മുതിർന്ന നേതാക്കളുണ്ട്. VD സതീശൻ പോലും സഭയിലില്ലാത്തൊരു ദിവസം വൈകിട്ടാണ് മാത്യു കുഴൽനാടൻ വ്യക്തിപരമായി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആരോപണം ഉന്നയിക്കുന്ന, പൊടുന്നനെ ആരോപണം ഉന്നയിക്കുന്നത്. അത് എഴുതി നൽകിയ ഒരു ആരോപണമൊന്നും ആയിരുന്നില്ല. ഒരു ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം 3:30 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് കിട്ടിയ അവസരത്തിൽ മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിലില്ലായിരുന്നു, രമേശ് ചെന്നിത്തല സഭയിലില്ലായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിലില്ലായിരുന്നു. പ്രധാനപ്പെട്ട ഈ സഭയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ VD സതീശനെ പോലെയോ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. കോൺഗ്രസുമായി നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ താനുമായി ആലോചിക്കാതെയാണ് മാത്യു കുഴൽനാടൻ ഇത്തരം ആരോപണമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയാനുള്ള ധൈര്യം VD സതീശൻ കാണിച്ചിരുന്നില്ല. കാണിക്കാത്ത കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ പ്രശ്നം തന്നെയാണ്. മുഖ്യമന്ത്രിയെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് അത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസിലെ മറുഭാഗം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതേ ആൾക്കാർ തന്നെ, കയറൂടി വിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ വലിയ തരത്തിൽ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുന്ന അവസ്ഥ ഈ നേതാക്കൾക്കെതിരെ ഉണ്ടാവും എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, K സുധാകരൻ KPCC അധ്യക്ഷൻ ആയ സമയം മുതൽ ഈ പറഞ്ഞ KPCC ആസ്ഥാനത്ത് ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചിരുന്നിട്ടുണ്ട്. കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കാര്യോപദേശം നൽകുന്നത് ഒരു വിഭാഗമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചിരുന്ന ഒരാൾ മാത്യു കുഴൽനാടനാണ്. അതുകൊണ്ട് കോൺഗ്രസിനെയും ഒരുപക്ഷെ പ്രതിപക്ഷത്തെയും ഒരു പരിധിവരെ വഴിതെറ്റിക്കുന്നതിന് മാത്യു കുഴൽനാടന് ഒരു ഘട്ടം വരെ ആയിട്ടുണ്ട്. അത് അതിരുവിട്ട് പോയി എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ രേഖയുണ്ട് എന്ന് അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതല്ലാതെ ഒരു രേഖയും അദ്ദേഹത്തിന് ഒരു കോടതിയിലും നൽകാനായില്ല. കാരണം അദ്ദേഹം നൽകിയ പേപ്പറുകളെല്ലാം വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമായിരുന്നു. സർക്കാരിൻ്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പരിശോധിക്കാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ രേഖകൾ എങ്ങനെയാണ്
ഈ പറഞ്ഞ അഴിമതിയുടെ ഭാഗമായി മാറുമെന്ന കോടതിയുടെ നിർണായകമായ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള ഫേവറാണ് സർക്കാർ ചെയ്തത്, അങ്ങനെ പ്രതിഫലം നൽകണമെങ്കിൽ എന്ത് നേട്ടമാണ് CMRL ലഭിച്ചത് എന്ന 2 ചോദ്യങ്ങൾക്ക് കോടതിയിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. കോടതി അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടി നേരിടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാം, കാരണം മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്കുള്ളിലൊക്കെ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ ചില പ്രത്യേക ചാനലിൽ അന്ന് 8 മണിയുടെ ചർച്ചയിൽ അദ്ദേഹം വന്നിരുന്ന് സർക്കാരിനെയും പ്രത്യേകിച്ച് വ്യക്തിപരമായി മുഖ്യമന്ത്രിയും കുടുംബത്തെയും ആക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലൊന്നും മാത്യു കുഴൽനാടനെ കണ്ടില്ല. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ടു എന്ന് അദ്ദേഹം ആദ്യ പ്രതികരണത്തിൽ തന്നെ പറയുകയും ചെയ്തു. ഒരു തിരിച്ചടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടപ്പോഴും പിന്നോട്ടില്ലാതെ മാത്യു കുഴൽനാടൻ എന്ന തലവാചകം കൊടുക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത്. അപ്പോഴും തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാൻ ഈ പറഞ്ഞ മാധ്യമങ്ങൾ തയ്യാറായില്ല. പക്ഷേ എത്ര കണ്ട് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ മാധ്യമങ്ങളും പരിലാളിച്ചിരുന്നാലും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നാലും പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഒരു തരത്തിലുള്ള റിലവൻസും ഇല്ലാത്ത ഈ പറഞ്ഞ കാമ്പില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ്. അത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുൾമുനയിൽ നിർത്തുന്ന ആരോപണങ്ങളിൽ കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കരിമണൽ കമ്പനിയിൽ നിന്ന് ഈ സംഭാവനയായി പണം നൽകിയിട്ടുള്ള ചില നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് ഈ പറഞ്ഞ രേഖയിലുണ്ട്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്. ഇത്തരം നേതാക്കളെ ഈ ആരോപണ വിധേയരാകുമ്പോൾ തന്നെ എന്തുകൊണ്ട് അത്തരം ആൾക്കാരുടെ പരാമർശം കോടതിയിൽ ആരോപണമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുകയോ മറിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മാത്രം വളരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് വേണ്ടി ഇങ്ങനൊരു ആരോപണം എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കോടതി കണ്ടെത്തൽ തന്നെയാണ് ഇടതുപക്ഷവും CPIയും നേരത്തെ പറയുന്ന ആരോപണം. ആ ആരോപണം കോടതി കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിയമപരമായ ഒരു പരാജയം മാത്രമല്ല മാത്യു കുഴൽനാടന് സംഭവിച്ചിരിക്കുന്നത്, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് കയറൂടി വിട്ട നേതൃത്വത്തിന് ഇനി കോൺഗ്രസിനുള്ളിൽ മറുപടി പറയേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പോലെയുള്ള പരിണതപ്രജ്ഞരായ നേതാക്കൾ UDFിനകത്തുണ്ട്. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും നിയമസഭയ്ക്കുള്ളിൽ എടുക്കുന്ന നിലപാടിൽ, VD സതീശൻ എടുക്കുന്ന നിലപാടിൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. കാരണം നിയമസഭയ്ക്കുള്ളിൽ എടുക്കുന്ന നിലപാടിന് രാഷ്ട്രീയപരമായി ഒപ്പം തന്നെ നിയമപരമായി തന്നെ ഒരുപാട് മാനങ്ങളുണ്ട്. അത് പലപ്പോഴും ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന നിലയിലേക്ക് UDFിലെയും കോൺഗ്രസിൻ്റെയും ചില നേതാക്കൾ മാറുന്നു. അതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് മാത്യു കുഴൽനാടൻ. ഇത്തരം ഒരു നിര വളർന്നു വരുന്നതും അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും മുതിർന്ന നേതാക്കൾ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കളെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അവിടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ചാനൽ ചർച്ചകളിൽ വൈറലാകാൻ വേണ്ടി ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ചില പരാമർശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വരെ എത്തിക്കാൻ ഈ നിലയ്ക്ക് നേതാക്കൾ ശ്രമിക്കുമ്പോൾ ഈ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി തിരിച്ചറിയാതെ പോയത് എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയില്ലേ? കാരണം ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിന് കൃത്യമായ തെളിവുകളില്ലാത്തൊരു പശ്ചാത്തലം അത് മാത്യു കുഴൽനാടൻ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു അപ്രതീക്ഷിതമായ ഒരു അടി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടർ നിയമ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്ന ഇന്നലത്തെ ചോദ്യത്തിന് മാത്യു കുഴൽനാടൻ അവിടെ പോലും കൃത്യമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് ഈ ഘട്ടത്തിൽ. മാത്യു കുഴൽനാടന് മറുപടി ഇല്ലാത്തതല്ല, അദ്ദേഹത്തിന് കാര്യം അറിയാം. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഒരു സാമാന്യ വിവരമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള പ്രതിസന്ധി ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നും ഒരു ആരോപണമായി നിലനിർത്തി നിയമസഭയ്ക്കകത്തും പുറത്തും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമായിരുന്നു. അത്തരം ഒരു കാര്യത്തെ കോടതിയുടെ നിയമപ്രശ്നങ്ങളിലേക്ക് രേഖകൾ കൈമാറേണ്ട ഒരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. അപ്പോൾ ഒരു തീർപ്പുണ്ടാവും. ആ തീർപ്പോടുകൂടി ഇത് അവസാനിപ്പിക്കേണ്ടി വന്നു. അത് പുകമറയിൽ നിർത്താനുള്ള അവസരത്തെയാണ് മാത്യു കുഴൽനാടൻ നശിപ്പിച്ചു കളഞ്ഞത് എന്നതാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന വികാരം. കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംഭവങ്ങൾ എത്രയേറെ നീണ്ടുപോകുമോ അത് ഗുണമാകുമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അത് അന്വേഷിച്ച് കണ്ടെത്തി അവസാനിപ്പിക്കുക എന്നത് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു രാഷ്ട്രീയപരമായ തീരുമാനമല്ല. കാരണം കേന്ദ്ര ഏജൻസികൾക്ക് എന്താണ് എന്ന കാര്യം വസ്തുപരമായി പരിശോധിച്ച് അത് തീർപ്പ് കൽപ്പിക്കുക. അങ്ങനെയാണ് EDയും അടുത്ത CBI ഓരോ ഏജൻസികളിലേക്ക് ഇത് കാര്യങ്ങൾ മാറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് BJPയും കോൺഗ്രസും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ EDയുടെ അന്വേഷണ കേസുകളിലൊക്കെ തന്നെ ഒരേ നിലപാടാണ്. കാരണം എത്രയേറെ ഇത് ലാഗിയിപ്പിക്കാം, നീട്ടിക്കൊണ്ടുപോകാം എന്നതാണ്.
വസ്തുതയാണ്. ഈ കേസിനകത്ത് മാത്യു കുഴൽനാടൻ ധൃതി പിടിച്ച് ആ കോടതിയിലേക്ക് പോയതോടുകൂടി ഈ കേസിന് തീർപ്പായി കഴിഞ്ഞു. ആ തീർപ്പായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം CPIMൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ്, എത്ര കണ്ട് ഇങ്ങനെ ഉള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നാലും അത് എന്നായിരുന്നാലും സത്യം പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ CPIയും LDFും മുഖ്യമന്ത്രിയും പറഞ്ഞത് ശരിയായി എന്ന വാദമുഖമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു അവസരം കിട്ടുന്ന തരത്തിലേക്ക് മാത്യു കുഴൽനാടൻ്റെ എടുത്തുചാട്ടം ഹാനികരമായി മാറി എന്ന വിമർശനമാണ് കോൺഗ്രസിനകത്തുള്ളത്. ഒന്ന്. മറ്റൊന്ന്, കാവ്യ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തുടക്കത്തിലെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറി. കോൺഗ്രസ് ഒരു ശക്തി ക്ഷയം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നാൽ അതിൻ്റെ ഒപ്പം ചേരുന്ന ഒരു സമീപനമുണ്ട്. അത് BJP നേതാവാകട്ടെ വേറെ ആരെങ്കിലും ആകട്ടെ. കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ച തലസ്ഥാനത്ത് നടന്ന സംഭവം തന്നെ ഏറ്റെടുക്കുക. അതിലൊക്കെ തന്നെ പ്രതിപക്ഷം എന്താണ്, അതിൽ വസ്തുത എന്താണെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എതിർഭാഗത്ത് CPIMും ഇടതുപക്ഷവുമാണെങ്കിൽ അതിൻ്റെ മറുഭാഗത്തൊപ്പം ചേരുക എന്ന സമീപനമാണ് കഴിഞ്ഞ 7-8 വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന രീതി. അതിൻ്റെയൊക്കെ ഭാഗമായി ആരോപണം മുഖ്യമന്ത്രി CPIMനെയും ആരോപണം ഉന്നയിക്കുകയോ അവരൊപ്പം ചേരുന്ന ഒരു സമീപനമുണ്ട്. മാത്യു കുഴൽനാടൻ ആ തരത്തിലുള്ള പരിലാടന മാധ്യമങ്ങളിൽ നിന്ന് കിട്ടി. കാരണം മാത്യു കുഴൽനാടൻ പരാജയപ്പെടരുത് എന്ന തരത്തിൽ ഗ്ലൂക്കോസ് കൊടുത്ത് ആവേശം കൊടുക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്തയുടെ ഈ ഉത്തരവ് വന്ന ശേഷം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മോശമായ പരാമർശത്തിനും നിങ്ങൾ തളർന്നു പോകരുത് എന്ന തരത്തിലാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, അതായത് പിന്നോട്ടില്ല മാത്യു കുഴൽനാടൻ എന്ന തലവാചകമാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൊടുത്തത്. മറിച്ചാണ് ഈ ഉത്തരവ് വന്നിരുന്നെങ്കിൽ വലിയ തിരിച്ചടി എന്ന തരത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ വലിയ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യത്തെ ഇന്നത്തെ പത്രങ്ങൾ തന്നെ ഒന്നാം പേജിൽ ചെറിയ കോള ന്യൂസായി കൊടുത്ത പ്രധാനപ്പെട്ട പത്രമുണ്ട്. അങ്ങനെ പത്രമാധ്യമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഏകപക്ഷീയമായ സമീപനങ്ങളുടെ ഉദാഹരണമാണ്. ഇത്തരം ആൾക്കാരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ആത്യന്തികമായി കോൺഗ്രസിനും പ്രതിപക്ഷത്തിന് സംഭവിക്കുന്നതിനുള്ള തെളിവായി മാത്യു കുഴൽനാടൻ്റെ സംഭവം മാറുകയാണ്. ആഭ്യന്തരമായി കോൺഗ്രസിനുള്ളിൽ നേരത്തെ തന്നെ വിമർശനമുണ്ട്. പക്ഷേ അത് പ്രധാനപ്പെട്ട നേതാക്കളല്ല ഉന്നയിച്ചിരുന്നത്. ഇനി അത് പ്രധാന നേതൃത്വത്തിലേക്ക് ഈ അതൃപ്തി വരികയാണ്. അതുകൊണ്ട് ഇത്തരം നേതാക്കളെ കയറൂരി വിടരുത് എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ പോകേണ്ടി വരും. കാവ്യ. ശരി നൃപൻ, ഈ പത്രത്തിലെ തലവാചകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ വലിയ തിരിച്ചടി മാത്യു കുഴൽനാടന് സംഭവിച്ചു എന്ന നിലയ്ക്ക് വാർത്ത വന്നപ്പോൾ കേവലം 15 മിനിറ്റ് മാത്രമാണ് ഈ വാർത്തയിൽ നിന്നത്. 15 മിനിറ്റ് പോലും ഈ വാർത്തയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും നിന്നില്ല എന്ന ഒരു ഘട്ടവും കൂടി ഈ ഒരു അവസരത്തിൽ അത് എടുത്തു പറയണം. എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. വലിയ മറുപടി പറയേണ്ടി വരും പാർട്ടിക്കുള്ളിൽ തന്നെ എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഏതോ ഒരു സിനിമയിലെ പ്രസക്ത ഭാഗം ആരെന്തു പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നത് വെറുതെ ഒരു കയ്യടിക്ക് വേണ്ടി പറയുന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസിന്റെ സംവിധാനം ആ നിലയിലേക്ക് തരം താണു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എന്നതും ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. സമഗ്ര വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.